89.6 FM Sargakshetra SK Junction 13-ാം തീയതി വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ക്ലോക്കിലേക്കും അതുപോലെ തന്നെ ഫോണിലെയും വാച്ചിലേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സമയം മുന്നോട്ട് പോയി വൈകുന്നേരം ആകുന്നില്ലല്ലോ, വൈകുന്നേരം എപ്പോഴാകും എന്നുള്ള ചിന്ത തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എല്ലാവർക്കും പിടികിട്ടി കാണും. ബോൺ നതാലെ സീസൺ 4 നടക്കുന്ന ദിവസമാണ്. SK ജംഗ്ഷൻ ആണ് റേഡിയോയിൽ ആരംഭിക്കാൻ പോകുന്നത്. ഇന്നത്തെ SK ജംഗ്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാന്റാ സംഗമം നടക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ മനോഹരമായ ദിവസം ഇന്ന് തന്നെയാണ്, ഇന്ന് വൈകിട്ടാണ് ആ ഒരു സുദിനം. എന്തായാലും ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. SK ജംഗ്ഷനിൽ വളരെ ആധികാരികമായി ബോൺ നതാലയെ പറ്റി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ളത് മാത്യു സാറാണ്. മാത്യു കൊല്ലമലക്കരോട്ട് സാറാണ്. അദ്ദേഹം ദീപിക ദിനപത്രത്തിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ് മാർക്കറ്റിംഗിൽ. അതോടൊപ്പം തന്നെ PRO കൂടിയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇന്ന് ഇവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം തിരക്കുകൾ ഉള്ള ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ എന്ന് നമുക്ക് അത്ഭുതമായിരിക്കും ഇന്നേ ദിവസം. കാരണം ഇത്രത്തോളം വലിയ ഒരു പരിപാടിയുടെ പ്രോഗ്രാം കോർഡിനേറ്ററാണ് അദ്ദേഹം. ആ തിരക്കുകളിൽ നിന്ന് എവിടം വരെയായി കാര്യങ്ങൾ എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ 2 മണിക്കൂർ സമയം SK ജംഗ്ഷനിൽ മാത്യു സാർ ഉണ്ടാകും. മാത്യു സാർ നമസ്കാരം. നമസ്കാരം. സർഗക്ഷേത്ര 89.6 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ബോൺ നതാലെ ടീമിൻ്റെ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ. കഴിഞ്ഞ 3 മാസങ്ങളിലധികമായി ബോൺ നതാലെ സീസൺ 4 കോട്ടയത്ത് വിപുലമായി നടത്തുവാനായിട്ടുള്ള ക്രമീകരണങ്ങളിലായിരുന്നു അതിൻ്റെ സംഘാടക സമിതിയിലെ ഞങ്ങളെല്ലാവരും. ഇന്ന് 4:30 പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നുമാണ് ക്രിസ്മസ് സന്ദേശ റാലി ബോൺ നതാലെ സീസൺ 4 ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷത്തിലാണ് സാറത് പറയുമ്പോൾ നമുക്കറിയാം ഒരു എത്രത്തോളം ഓടി നടന്ന് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം എന്ന്. റേഡിയോയിൽ പാട്ടുകളാണ് വരുന്നത്. പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ ബോൺ നതാലെ സീസൺ 4ന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra SK Junction സർഗക്ഷേത്ര 89.6 FM ബോൺ നതാലയുടെ ദിവസമാണ്. നമ്മളെല്ലാവരും ഇന്നത്തെ ദിവസം വൈകുന്നേരമാകാൻ വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ SK ജംഗ്ഷൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കൂടെ ബോൺ നതാലയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള മാത്യു സാറുണ്ട്. മാത്യു കൊല്ലമലക്കരോട്ട് സാറുണ്ട്. അപ്പോൾ സാറിനോട് എനിക്ക് ആദ്യമേ ചോദിച്ചു തുടങ്ങാനുള്ളത്, എവിടം വരെയായി നമ്മുടെ ഒരുക്കങ്ങൾ? 4:30 പരിപാടി തുടങ്ങേണ്ടതാണല്ലോ. എവിടം വരെയായി ഒരുക്കങ്ങൾ? എങ്ങനെയൊക്കെയാണ് ഇത്തവണത്തെ പ്ലാനുകൾ? അതൊക്കെ ഒന്ന് പറഞ്ഞു സാർ. ഒരുക്കങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇപ്പോൾ പൂർത്തിയായി. 4:30 കോട്ടയം ജില്ലാ പോലീസ് ചീഫ് ശ്രീ ഷാഹുൽ ഹമീദ് IPS ഫ്ലാഗ് ഓഫ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയിലുള്ള ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും സ്ഥാപന മേധാവികളും ഈ ഫ്ലാഗ് ഓഫ് നടക്കുന്ന ഈ സ്റ്റേജിൻ്റെ അടുത്തെത്തും. ഫ്ലാഗ് ഓഫിന് ശേഷം ഇതിനൊരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഈ റാലിയിൽ അണിനിരക്കേണ്ടത് എന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നുമാണ് നമ്മൾ അല്പനിമിഷങ്ങൾക്കകം ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് ആയിരങ്ങൾ എത്തിച്ചേരാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ എല്ലാവരും ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ബോൺ നതാലെ സംഭവിക്കുന്ന ദിവസമാണ്. പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ ബോൺ നതാലയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാൻ പോകുന്നത് കേട്ടോ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra SK Junction SK ജംഗ്ഷൻ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ബോൺ നതാലയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് നവംബർ 13 ഇന്നത്തെ ദിവസമാണ്. ഇന്ന് വൈകിട്ടാണ് ബോൺ നതാലെ സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ കൂടെ ബോൺ നതാലയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള മാത്യു സാറുണ്ട്. സാറിനോട് നമുക്കിനി ഇപ്പോൾ സീസൺ 4 ആണല്ലോ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ സീസൺ 1 എന്ന് പറഞ്ഞ ഒരു വലിയ ചരിത്ര നിമിഷമുണ്ടാകും. 4 വർഷം മുൻപ് സംഭവിച്ചിട്ടുള്ള ബോൺ നതാലയുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് സാറിനോട് ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. വളരെ അവിചാരിതമായിട്ട് എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം കോവിഡ് മൂലം 2020 നമ്മളെല്ലാവരും കൂട്ടിലടച്ച കിളിയെ പോലെ ആയിരുന്നു. ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ധാരാളം ചിന്തിക്കാനുള്ള അവസരങ്ങൾ കിട്ടി. അങ്ങനെ ചിന്തിച്ച അവസരത്തിലാണ് തൃശ്ശൂരിൽ നമുക്കറിയാം വലിയ തോതിൽ ബോൺ നതാലെ ക്രിസ്മസ് പാപ്പ റാലികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ ആശയത്തിൽ നിന്ന് ഉടലെടുത്ത് തൃശ്ശൂർ അതിരൂപതയും തൃശ്ശൂർ പൗരാവലിയും കൂടി ഒന്നിച്ചാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 15,000-17,000 ക്രിസ്മസ് പാപ്പാമാരെ അണിനിരത്തി അവർ ഗിന്നസ് റെക്കോർഡിലും റെക്കോർഡിട്ടു. അപ്പോൾ ഇവിടെ നോക്കിയാലും നമുക്ക് ഈ റാലിയും ആഘോഷവും തൃശ്ശൂരിൻ്റെ ആ
പാരമ്പര്യമായിട്ടുള്ള തനിമയൊക്കെ കാണാം. അത് നമ്മൾ യൂട്യൂബിലൊക്കെ പോയി നോക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് വലിയ ആവേശമാണ്. അത് നടന്നു കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ നോക്കിയാൽ എല്ലാ പത്രങ്ങളിലും മനോഹരമായ ചിത്രങ്ങളും നമുക്ക് കാണാൻ പറ്റും. കളർഫുൾ ആയിരിക്കും. പത്രം മുഴുവൻ ചുമപ്പ് വൈറ്റ് നിറങ്ങളായിരിക്കും. ആ എല്ലാ പത്രത്തിലും ഒരു ഫോട്ടോ ഉണ്ടാവും. സത്യത്തിൽ ഇത് വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ തുടക്കമിടുവാൻ കാരണക്കാരൻ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് അദ്ദേഹമാണ്. അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും കൂടി ഒരു ദിവസം വിളിച്ചു. അതായത് നമുക്കൊരു ക്രിസ്മസ് പരിപാടി കോട്ടയത്ത് വെക്കണം, അതിനെപ്പറ്റി ആലോചിക്കണം. അപ്പോൾ ഉടൻ തന്നെ കെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി അച്ഛൻ, അതുപോലെ BCM കോളേജിൻ്റെ ബർസാർ ഫാദർ ഫിലമോൻ കളാത്ര, ദർശന കൾച്ചറൽ സെൻ്ററിൻ്റെ ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ, ഞങ്ങൾ ഇത്രയും പേര് കാരിത്താസ് ഹോസ്പിറ്റലിലെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അച്ഛൻ വളരെ മനോഹരമായി തയ്യാറാക്കിയ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഞങ്ങളെ കാണിക്കുന്നു, എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഓക്കെ. ആ പ്രസൻറ്റേഷനൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു തീരുമാനം എടുക്കുകയാണ്. 2021 സംഭവിക്കുന്നത്. 20 കോവിഡായിരുന്നു, 21 അപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു, ഈ വർഷം ഡിസംബർ മാസത്തിൽ ബോൺ നത്താലെ എന്ന പേരിൽ ക്രിസ്മസ് പാപ്പാമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം കോട്ടയത്ത് നടത്തുക എന്നുള്ളത്. അങ്ങനെയാണ് ആ ഒരു ചരിത്ര നിമിഷത്തിന് തുടക്കമായത്. കൊള്ള. അപ്പോൾ എന്തായാലും ബോൺ നത്താലെയുടെ ചരിത്ര നിമിഷം, ബോൺ നത്താലെ തുടങ്ങാനിടയായ സാഹചര്യമാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നത്. ഇനി ശരിക്കും നമ്മൾ ആലോചിക്കുന്നതും അന്വേഷിക്കുന്നതും എങ്ങനെയായിരുന്നു ആദ്യത്തെ ബോൺ നത്താലെ, അതായത് ബോൺ നത്താലെ സീസൺ 1 എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ പറയാൻ പോകുന്നതും ചർച്ച ചെയ്യാൻ പോകുന്നതും ബോൺ നത്താലെ സീസൺ 1 പറ്റിയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബോൺ നത്താലെയുടെ സീസൺ 1 എങ്ങനെയായിരുന്നു എന്നാണ് കേട്ടോ ഇനി അറിയാൻ പോകുന്നത്. നമ്മളോട് ബോൺ നത്താലെയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള മാത്യു സാറാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. സാർ, നിങ്ങളെല്ലാവരും ചേർന്ന് ആശയം രൂപീകരിച്ച കാര്യം വരെ പറഞ്ഞെത്തി. പിന്നീടാണ് ഇത് ആശയം രൂപീകരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണല്ലോ ഇത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2021 ആദ്യ ബോൺ നത്താലെ എങ്ങനെയായിരുന്നു നടന്നത്? വളരെ വലിയ ജിജ്ഞാസയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ എൻ്റെ സംഘാടകരെല്ലാവരും ഇത് അനൗൺസ് ചെയ്തത്. ഓക്കെ. വലിയ സ്വീകാര്യതയായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വിളിച്ചു. പക്ഷേ കോവിഡ് കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് എല്ലാവർക്കും വലിയ ഭയമായിരുന്നു. ഈ ആൾക്കൂട്ടം, തിരക്ക് ടൈപ്പ് ഓഫ് കാര്യങ്ങളോട് നമ്മളൊന്ന് ഇണങ്ങിച്ചേർന്ന് വരുന്നേ ഉള്ളൂ. അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ കുറേയധികം ആളുകൾ പിന്നെ മാസ്ക് വെച്ചാണ് പങ്കെടുക്കാൻ വേണ്ടി വന്നത്. അത്രയ്ക്കും ആളുകളുടെ ആ പേടി വിട്ടുമാറിയിരുന്നില്ല. ഏതായാലും ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. പോലീസ് പരേഡ് ഗ്രൗണ്ട് അവിടെ ഒന്നും ആരംഭിക്കുക, തിരുനക്കര മൈതാനിയിൽ ചെറിയ പ്രോഗ്രാംസൊക്കെ വെച്ച് അവിടെ വെച്ച് സമാപിക്കുക ചെയ്യുക എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ആദ്യത്തെ വർഷമായതുകൊണ്ട് ചെറിയ തുടക്കമായിരിക്കട്ടെ എന്ന് കരുതി. പക്ഷേ ധാരാളം സ്ഥാപനങ്ങൾ പങ്കെടുത്തു. നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ ആദ്യമേ തന്നെ ആളുകൾ ഇതെല്ലാം പ്രിപ്പയറായിട്ടാണ് വന്നത്. ഓക്കെ. അന്ന് ഞങ്ങൾ വേറൊരു കാര്യം ചെയ്തു. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഡ്രസ്സും ഞങ്ങൾ തന്നെ വെളിയിൽ നിന്ന് വരുത്തി. ഡ്രസ്സ് ഇവിടെ നിന്ന് കൊടുത്തു ആദ്യത്തെ വർഷം. അങ്ങനെ ഡ്രസ്സ് വരുത്തി കൊടുത്ത് എനിക്ക് തോന്നുന്നത് അന്ന് 300ഓളം ക്രിസ്മസ് പാപ്പാമാരെ അണിനിരത്തുവാൻ പറ്റി. 300 പേരെ ആദ്യം വലിയൊരു ഇതായിരുന്നു. കാരണം എങ്ങനെ വരും, എത്ര പേര് പങ്കെടുക്കും എന്നുള്ള ആയതുകൊണ്ടായിരുന്നു. പക്ഷേ 300 പേരാണ് ആദ്യത്തെ സീസൺ 1 പങ്കെടുത്തത്. ഓക്കെ. എന്നിട്ട് ഇതേ റൂട്ടിലൂടെ തന്നെ സഞ്ചരിച്ച് വൈകിട്ട് തന്നെയായിരുന്നു പരിപാടി. തന്നെയാണ് പരിപാടി. ക്രിസ്മസിന് മുന്നോടിയായിട്ട് അത് തന്നെ പങ്കെടുത്ത ആളുകൾ, ആ 300 പേരും പങ്കെടുത്തത് എല്ലാവരും ഡാൻസ് കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമായിരുന്നു. എനിക്ക് തോന്നുന്നത് ചാനലുകളൊക്കെ ലൈവ് ചെയ്തത്. കുറച്ച് ആളുകൾ കോട്ടയത്തിന് ഇങ്ങനെ ഒരു രീതി ശീലമില്ലാത്തതാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഇതുപോലെ നിരത്തുകളിലൂടെ ഒരു പറ്റം സാന്റാമാർ പോകുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂർ പോയി കണ്ടതായിരിക്കും, അല്ലെങ്കിൽ വീഡിയോസിലൂടെ കണ്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ. അങ്ങനെ ആ ഒരു പുതിയ കൾച്ചർ ഇവിടെ നടപ്പിലാക്കുകയായിരുന്നു. അതന്നെ വലിയ ആവേശമായിരുന്നു. ആ ഒരു വർഷം അങ്ങ് തീരുന്നു. പിറ്റേ വർഷമായപ്പോഴേക്കും, അതായത് 2022 ആയപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, എന്നാണ് ഡേറ്റ്, എന്നാണ് അടുത്ത ഡേറ്റ് എന്നാണ്. അപ്പൊ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു ഒത്തിരി മുന്നോട്ട് പോകണ്ട, ക്രിസ്മസിനോട് അധികം അടുക്കണ്ട, വിളംബരമായിക്കോട്ടെ ക്രിസ്മസിന്റെ തുടക്കത്തിൽ തന്നെ. അപ്പം എക്സാം ഒക്കെ വന്നാൽ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. കാരണം ഒരു സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് കുട്ടികളെ പങ്കെടുപ്പിക്കുക എക്സാം ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അവർക്ക് വിഷമമാണ്. ശരി. കുട്ടികൾക്ക് അന്നൊന്ന് ഇറങ്ങുക, ഡാൻസ് കളിക്കുക, സന്തോഷിക്കുക, തിരുനക്കര വരെ പോകാന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവമാണ്, ഭയങ്കര രസമാണ്. ആ വർഷം ഞങ്ങൾ 1500 പേര്, അതായത് 2022 1500 പേര് പങ്കെടുത്തു. രണ്ടാം വർഷം 300-ൽ നിന്ന് 1500-ലേക്ക് എത്തി. 5 ഇരട്ടിയിലേക്ക് കാര്യങ്ങൾ എത്തുവാണ്. ഭയങ്കര ആവേശമായിരുന്നു. എന്ന് മാത്രമല്ല, ആദ്യമൊക്കെ ഒരു ചെറിയ ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നത്, പിന്നെ വന്നപ്പോഴത്തേനും 2-3 ഫ്ലോട്ടൊക്കെ ആയി.
അതായത് 5 പേരായിട്ട് വന്നവർ 25 പേരായിട്ട് വരാൻ തുടങ്ങിയത് മാത്രമല്ല, തിരുനക്കര ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ഫംഗ്ഷൻ വേണമെന്ന് പറഞ്ഞു. അവിടെ ക്രിസ്മസ് ദൃശ്യാവിഷ്കാരമൊക്കെ നമുക്കറിയാം. ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ്, BCM കോളേജ് അല്ലെങ്കിൽ കാരിത്താസ്, ഓരോ സ്ഥാപനങ്ങളും അവർക്കൊരു 5-8 മിനിറ്റ് കൊടുക്കും. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു ദൃശ്യാവിഷ്കാര സ്റ്റേജിൽ അവർ അവതരിപ്പിക്കും. അപ്പോൾ അതും വലിയൊരു ഇതായി, വലിയ പരിപാടികളാണ്. അത് തന്നെ, ഈ ഡ്രസ്സൊക്കെ അണിഞ്ഞ് വരുന്നു. അതോടൊപ്പം തന്നെ അവിടെ വന്ന് പ്രോഗ്രാം കൂടെ ആയപ്പോഴത്തേനും വലിയ ആവേശമായി. അവിടെ ചെറിയൊരു ആ വർഷം ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു, നമ്മുടെ ടൗണിലുള്ള എല്ലാ VIPസിനെയും വിളിക്കുക. അതിനകത്ത് മന്ത്രിമാരുണ്ടാവും, പിതാക്കന്മാരുണ്ടാവും, ജനപ്രതിനിധികളുണ്ടാവും, എല്ലാവരെയും കൂടെ കൂട്ടി കേക്ക് മുറിക്കുക. അവിടെ ഒരു കേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും, വലിയ കേക്ക്. എല്ലാവർക്കും ചെറിയ കത്തി കൊടുക്കും. എല്ലാവരും കൂടെ കേക്ക് മുറിക്കും, തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കേക്ക് മുറിക്കുക. അത് വലിയൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. അധികം പ്രസംഗം കൊടുക്കത്തില്ല, ഈ ഫംഗ്ഷനും കഴിഞ്ഞ് പിരിഞ്ഞു പോവുക. ഇങ്ങനെയായിരുന്നു 22 സീസൺ 2 ഇങ്ങനെയായിരുന്നു. എന്തായാലും സീസൺ 2 നമ്മളെ അത്രത്തോളം ആവേശത്തിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ സീസൺ 4 നടക്കുന്ന ദിവസമാണ് ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഓരോ സീസണിൽ നിന്നും പടി കയറി സീസൺ 4ലേക്ക് എത്താൻ പോകുവാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ കേട്ടുകൊണ്ടിരിക്കുന്നു. SK ജംഗ്ഷനിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ബോണ്ണത്താലയെ പറ്റിയാണ്. ഡിസംബർ 13 തീയതി നടക്കുന്ന ബോണ്ണത്താലയെ പറ്റിയുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള ബോണ്ണത്താലയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ മാത്യു സാറാണ്. സാർ, അപ്പോൾ 2ാം സീസൺ വരെ നമ്മൾ പറഞ്ഞെത്തി. ഇനി മുന്നോട്ട് 3ാം സീസണിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു വ്യത്യാസം? 3ാമത്തെ വർഷമായപ്പോഴത്തേനും ആവേശം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചു എന്ന് പറയുന്നതായിരിക്കും. കാരണം ഞങ്ങൾ ആദ്യമേ ഒരു ലിസ്റ്റ് എടുത്തപ്പോൾ തന്നെ 3000-ലെത്തി. 3000 ക്രിസ്മസ് പാപ്പാമാര് 3ാം സീസണിൽ 3000. 1500 നിന്ന് 3000ലേക്ക് എത്തുവാണ്. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇരട്ടിയല്ലേ എന്ന് പറയുമ്പോഴും അത്രത്തോളം ആളുകൾ എവിടെ നിന്ന് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ക്യാപ്പ് സാധാരണ ഞങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ എല്ലാവർക്കും കൊടുക്കും, കോമൺ ആയിട്ട്. ആ വർഷം ഞങ്ങൾ തീരുമാനിച്ച ഡ്രസ്സ് എല്ലാവരും അവരോട് തന്നെ കരുതരുത്. കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് വ്യത്യസ്ത അളവാണ്. റെഡ് കളറിലുള്ള ടീഷർട്ട് എല്ലാവർക്കും വേണം എന്ന് മാത്രം വെച്ചു. പക്ഷേ അന്നേരം എല്ലാവരും ക്രിസ്മസ് പാപ്പാമാരുടെ ഫുൾ ഡ്രസ്സിൽ വന്നവരുണ്ട്, അല്ലാതെ വന്നവരുണ്ട്. ഓരോ സ്ഥാപനങ്ങളും അവരവരുടെ രീതിയിൽ തന്നെ കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുത്ത് വന്നു. പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വന്നപ്പം എല്ലാ വർഷവും ഞങ്ങൾ ജില്ലാ പോലീസ് ചീഫാണ് അവിടുന്ന് അത് ഫ്ലാഗ് ഓഫ് ചെയ്യും. എല്ലാവരും കൂടി അവിടുന്ന് പടമൊക്കെ എടുത്ത് ക്രമീകരിച്ച് അവിടുന്ന് സിസ്റ്റമാക്കി KK റോഡ് വഴി നേരെ തിരുനക്കര വരിക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഭയങ്കര ആവേശമായിരുന്നു. എനിക്ക് തോന്നുന്ന എല്ലാ ചാനലുകളും തന്നെ ലൈവായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വേറൊരിതുള്ളത്, ഈ ജില്ലയിലെ മുഴുവൻ യൂട്യൂബേഴ്സ്, യൂട്യൂബിൽ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് മൊത്തത്തിൽ ബോണ്ണത്താലയുടെ ഭാഗമായി എന്നുള്ളതാണ്. ഭാഗമായി ഞങ്ങൾ അവിടെ നിറച്ച് അവർക്ക് വ്യത്യസ്തമായ രീതിയിൽ കൊച്ചുകുട്ടികളുടെ അവർ ക്രിസ്മസ് പാപ്പാ ഷൂട്ട് ചെയ്യുന്നു. ബലൂൺ ഞങ്ങൾ അവിടെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ബലൂൺ കൊടുക്കും. ബലൂൺ പിടിച്ചുകൊണ്ട് അവർ നിൽക്കുന്നു. അങ്ങനെ വലിയൊരു ആഘോഷമായിരുന്നു. ഒത്തിരി ഫ്ലോട്ടുകളും ഉണ്ടായിരുന്നു വ്യത്യസ്തമായിട്ട്. അപ്പോൾ K സ്കൂളിൻ്റെയൊക്കെ ഫ്ലോട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. K സ്കൂളിൻ്റെ വണ്ടിയൊക്കെ വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. കൊള്ളാം, അടിപൊളി. അങ്ങനെ പല പല വാഹനങ്ങളും എല്ലാം നമ്മൾ കണ്ട് ആസ്വദിച്ച, അല്ലെങ്കിൽ കൺകുളിർക്കി, അല്ലെങ്കിൽ കണ്ണ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞതുപോലത്തെ ഒരു വർഷമായിരുന്നു 2023 ബോണ്ണത്താലെ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസം തന്നെയാണ് 2024 ബോണ്ണത്താലെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴേ ഇന്ന് വൈകുന്നേരം ആകാൻ നിൽക്കേണ്ട, ഒരു ഉച്ച കഴിയുമ്പോൾ തന്നെ എല്ലാവരും പോരാൻ ഞാനിപ്പോൾ പറയുവാണേ സാറേ. വലിയ തിരക്ക് വരുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് എത്താമല്ലോ. റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ ബോണ്ണത്താലയുടെ മറ്റ് വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഡിസംബർ 13 തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ബോണ്ണത്താലയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബോണ്ണത്താലയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള മാത്യു സാറാണ് കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. സാർ, അപ്പോൾ സീസൺ 3 വരെ നമ്മൾ എത്തി. സീസൺ 4 ഇന്നാണ് നടക്കുന്നത്. സീസൺ 3 3000-ൽ നിന്ന് സീസൺ 4 എത്ര നമ്പറിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്? യഥാർത്ഥത്തിൽ ഞങ്ങൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ വലിയ സൂപ്പർ ഹിറ്റായിട്ട് മാറുകയാണ്. കാരണം 5000 ക്രിസ്മസ് പാപ്പാമാരാണ് നിരക്കും. 5000 ക്രിസ്മസ് പാപ്പാമാർ ഇന്ന് വൈകുന്നേരം കോട്ടയത്തിൻ്റെ നഗരങ്ങൾ കീഴടക്കുമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, അത് എത്രത്തോളം ആളുകൾ ഉണ്ടാകുമെന്ന്. അതൊരു വലിയ നമ്പർ തന്നെയാണ്. നമുക്കൊരിക്കലും അല്ലേ ഒരു ഒറ്റ നോട്ടത്തിൽ ഈ 5000 പേരെ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. അത്രത്തോളം ആളുകളാണ്, ആൾക്കൂട്ടമാണ്. ഞങ്ങൾ എല്ലാ സ്ഥാപനങ്ങളോടും ചോദിച്ചപ്പോൾ അവിടെ നിന്നുള്ള ആളുകളുടെ എണ്ണം കൂടുവാണ്. പിന്നെ കൂടുതൽ വർണ്ണാഭമാക്കുവാൻ വേണ്ടി ഫ്ലോട്ടുകൾ ധാരാളമുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള. ഇപ്പം ഈ വിന്റർ കാർ തന്നെ 3 എണ്ണം ഉണ്ട്. 3 വണ്ടി വരും. അതോടൊപ്പം തന്നെ ഒട്ടകമുണ്ട്,
ഓഹോ. അങ്ങനെ വിവിധ രീതിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് അവിടെ വരുമ്പോൾ ഇപ്പം കെ സ്കൂളൊക്കെ പ്രത്യേകമായിട്ട് വിഭാവനം ചെയ്ത് പ്രത്യേക വണ്ടി അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ചില പ്രത്യേക വണ്ടികൾ കെ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അത് സിനിമയിലൊക്കെ സെറ്റ് ഡിസൈൻ ചെയ്യുന്ന ആളുകളാണ് അത് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്താണ് സംഭവം എന്ന് പറയാത്തതുകൊണ്ട് എല്ലാവരും വന്ന് അവിടെ വന്ന് കാണണമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസമാണിന്ന്. പിന്നെ കുറച്ചുകൂടി ഞങ്ങൾ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയപ്പോൾ ഉണ്ടായ വീഴ്ചകൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരംഭിച്ച് മുതൽ തിരുനക്കര എത്തി അവിടുത്തെ പ്രോഗ്രാമുകൾ കഴിയുന്നത് വരെയുള്ള വിവിധ കാര്യങ്ങളിൽ വേണ്ടത്ര ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് റോഡ് ഗ്രൗണ്ടിൽ ഒരു 3:30 മുതലൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. വന്നു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പം ജില്ലാ പോലീസ് ചീഫ് ഈ ഗ്രൗണ്ട് അദ്ദേഹമാണ് അതിൻ്റെ കസ്റ്റോഡിയൻ. അദ്ദേഹം പ്രത്യേകമായിട്ട് നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അദ്ദേഹം തന്നെയായിരിക്കും ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാനെത്തുന്നത്. എല്ലാ സപ്പോർട്ടും ജില്ലാ പോലീസ് ഷാഹുൽ ഹമീദ് സാറാണിത് 4:30 ആകുമ്പോൾ അദ്ദേഹം വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. വേണ്ട എല്ലാ സപ്പോർട്ടും അദ്ദേഹം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഈ ഫ്ലാഗ് ഓഫിന് ശേഷം നേരെ തിരുനക്കരയിലേക്കാണ് നമ്മുടെ ഈ ഘോഷയാത്ര, ഈ ക്രിസ്മസ് പാപ്പാമാരുടെ ക്രിസ്മസ് സന്ദേശ റാലി എന്നാണ് ഇട്ടിരുന്നത്. ഇപ്പം ബോൺ നത്താലെ എന്ന് പറഞ്ഞാൽ ഹാപ്പി ക്രിസ്മസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് ഈ വളരെ സന്തോഷകരമായിട്ട് എല്ലാവർക്കും നൃത്തം ചെയ്ത് ആസ്വദിച്ച് 1.5 മണിക്കൂർ സമയം എടുത്ത് വേണം തിരുനക്കര എത്താൻ. പയ്യെ ചെന്ന വളരെ സാവധാനത്തിൽ മതി. അതിൻ്റെ കാരണം വെച്ചാൽ 6:30 നമ്മൾ മീറ്റിംഗ് തിരുനക്കരയാണ് വെച്ചിരിക്കുന്നത്. തിരുനക്കര മൈതാനത്താണ് എല്ലാ വർഷവും നടത്തുന്നത്. ഈ പ്രാവശ്യം അവിടെ മറ്റൊരു പ്രോഗ്രാം നേരത്തെ റിസർവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പഴയ പോലീസ് സ്റ്റേഷൻ്റെ മൈതാനത്താണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ പ്രത്യേകം സ്റ്റേജ് ഇട്ട് കുറച്ചൊരു വിശാലമായ ഏരിയ കിട്ടി അല്ലേ? അതിന് ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എത്തുമ്പോൾ അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്യമാർ മാത്യു മൂലക്കാട്ട് പിതാവാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഈ ചടങ്ങിൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറുണ്ട്, ശ്രീ മോൻസ് ജോസഫ് സാറുണ്ട്, ചാണ്ടി ഉമ്മൻ സാറുണ്ട്, ഫ്രാൻസിസ് ജോർജ് MP ഉണ്ട്. അങ്ങനെ നമ്മുടെ വ്യത്യസ്ത മേഖല ജില്ലാ കളക്ടർ ജോൺ സാമുവൽ സാർ പങ്കെടുക്കുന്നുണ്ട്. നഗരസഭ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ സ്ഥാപനങ്ങളുടെയും മേധാവികൾ, നമ്മുടെ ഈ ടൗണിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ആളുകളും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, എന്തായാലും ഒരു കളർഫുൾ ദിവസത്തെ കാര്യങ്ങൾ സംഭവിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. റേഡിയോയിൽ പാട്ടുകളാണ് വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷന്റെ സമയമാണ്. SK ജംഗ്ഷനിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ബോൺ നത്താലയെ പറ്റിയാണ്. ബോൺ നത്താലെ സീസൺ 4 നടക്കുന്ന ദിവസം ഇന്ന് എൻ്റെ കൂടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള മാത്യു സാർ തന്നെയാണ് ഈ തിരക്ക് പിടിച്ച ദിവസത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് നേരിട്ട് വന്ന് പറയാനും എല്ലാവരെയും ക്ഷണിക്കാനുമായിട്ട് എത്തിയിട്ടുള്ളത്. സാർ, അപ്പോൾ 5000 പേർ എന്ന ആ ഒരു വലിയ സംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഈ 5000 പേരെ എത്തിക്കുന്ന പല പല സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു വലിയ പരിപാടിയോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നവർ? ആരൊക്കെയാണ് അവർ എന്നറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ഥാപനങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കോട്ടയം ജില്ല മുഴുവൻ എന്ന് വേണേൽ പറയാം. ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് ഒന്ന് ഏകദേശം ഒരു ലിസ്റ്റ് പറഞ്ഞാൽ, ഏകദേശമല്ല സാറിൻ്റെ മുഴുവൻ ലിസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ. കാരിത്താസ് നേഴ്സിംഗ് കോളേജ് അവിടെ നിന്നുള്ളൊരു പങ്കെടുക്കുന്നുണ്ട്. കാരിത്താസ് ഫാർമസി കോളേജിൽ നിന്നുള്ളൊരു പങ്കെടുക്കുന്നുണ്ട്. മാതാ കാരിത്താസ് നേഴ്സിംഗ് കോളേജിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. കെ സ്കൂൾ മാന്നാനത്ത് നിന്ന് പങ്കെടുക്കുന്നുണ്ട്. കെ കോളേജിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ കട്ടച്ചിറ അവിടെ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. SFS പബ്ലിക് സ്കൂൾ ഏറ്റുമാനൂർ പങ്കെടുക്കുന്നുണ്ട്. SKPS പബ്ലിക് സ്കൂൾ കടുത്തുരുത്തി പങ്കെടുക്കുന്നുണ്ട്. BK കോളേജ് അമലഗിരി പങ്കെടുക്കുന്നുണ്ട്. SH പബ്ലിക് സ്കൂൾ SH മൗണ്ട് പങ്കെടുക്കുന്നുണ്ട്. BCM കോളേജിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. സെൻറ് ആൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. ദർശന അക്കാദമി അവിടെ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ദർശന കൾച്ചർ സെൻറ്ററിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. ദർശന ഇൻ്റർനാഷണൽ സ്കൂൾ പുതുപ്പള്ളിയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. തിരുഹൃദയ കോളേജ് ഓഫ് നേഴ്സിംഗ് അവർ പങ്കെടുക്കുന്നുണ്ട്. ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജ് പങ്കെടുക്കുന്നുണ്ട്. MMD നേഴ്സിംഗ് കോളേജ് മുണ്ടക്കയം അവിടെ നിന്ന് അവർ പങ്കെടുക്കുന്നുണ്ട്. മേരി ക്യൂൻസ് നേഴ്സിംഗ് കോളേജ് കാഞ്ഞിരപ്പള്ളി പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെത്തിപ്പുഴ നേഴ്സിംഗ് കോളേജ് പങ്കെടുക്കുന്നുണ്ട്. സെൻറ്റ് റീത്താസ് നേഴ്സിംഗ് കോളേജ് നാലുകോടി പങ്കെടുക്കുന്നുണ്ട്. ഗിരിദീപം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. CMS കോളേജ് ഉണ്ട്. ഇത്രയും കൂടാതെ നമ്മുടെ ടൗണിലെ പ്രധാനപ്പെട്ട പള്ളികളിലെ വിവിധ ഇടവകളിൽ നിന്ന് കഴിഞ്ഞ വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ 5-8 ഇടവകളിൽ നിന്ന് 10-20 പേര് വെച്ച് അവർ വന്ന് പങ്കെടുത്തു. അപ്പോൾ ഇപ്രാവശ്യവും അതുപോലെ തന്നെ വിവിധ ഇടവകളിൽ നിന്ന് ഇതിപ്പോൾ നമ്മൾ ഒരു വാർത്ത അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. സ്പോർട്സ് സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട്. എനിക്കൊന്ന് മാന്നാനത്തെ സ്പോർട്സിൻ്റെ സ്കൂളിൽ അവർ പങ്കെടുക്കുന്നുണ്ട്.
അപ്പം ഒത്തിരി അക്കാഡമിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ബാൻഡ് സെറ്റുകളുണ്ട് ഇപ്രാവശ്യം. അപ്പം ഇപ്രാവശ്യം നേരത്തെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വിവിധ സ്കൂളുകളിൽ ഞങ്ങൾ ബാൻഡ് കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ SKPS ഒക്കെ വിളിച്ചപ്പം SFS ഒക്കെ ചോദിച്ചു ഞങ്ങൾ ബാൻഡുമായിട്ട് വന്നോട്ടെ എന്ന്. ബാൻഡുമായിട്ട് വന്നോട്ടെ, രസമാണല്ലോ. നമ്മൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇനിയും ധാരാളം സ്ഥാപനം, ഞാൻ ഈ പേര് പറയാത്ത സ്ഥാപനങ്ങൾ പങ്കെടുക്കും. കാരണം നമുക്കിപ്പോഴും വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നു ഇന്ന് ആണ് ബോണത്തല നടക്കുന്നതെങ്കിൽ പോലും ഇന്നൊരു ഉച്ച കഴിഞ്ഞിട്ട് സാറിനെ വിളിച്ചിട്ട് ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിച്ചാൽ അവർക്ക് വരാവുന്നതാണ്. എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു വലിയ പരിപാടി തന്നെയാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സാർ നമ്മളോട് പറയുന്നത്. വൈകുന്നേരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. റേഡിയോയിൽ പാട്ടുകളാണ് വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനിൽ നമ്മൾ ബോണത്താലിയെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നമ്മളുടെ ചർച്ച ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുവാണ് സാർ. അപ്പോൾ ഇന്നത്തെ ദിവസം 5000 പേർ വരുന്നു എന്ന് പറയുമ്പോൾ 5000 പേർക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുക, അതിൻ്റെ പിന്നണിയിലുള്ള വോളണ്ടിയേഴ്സ്, സംഘാടന പരിപാടികളൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കും എന്നതിലൊരു തർക്കവുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ, ഈ 5000 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? നമ്മൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നും അധ്യാപകരെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകം വോളണ്ടിയേഴ്സായിട്ട്. കാരണം ഇത് ഇടമുറിഞ്ഞ് അവിടെ ഗ്യാപ്പ് വരാതിരിക്കാൻ, അല്ലെങ്കിൽ പോകുന്ന റൂട്ടിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ നേരിട്ടാൽ അവരെ പരിചരിക്കാനായിട്ട്, അപ്പോൾ അവർക്ക് വെള്ളം ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കാനായിട്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ ആ പോകുന്ന വഴികൾ സുഗമമായിട്ട് പോകാൻ വേണ്ടി 100-ലധികം ടീച്ചേഴ്സിനെ, വിവിധ ടീച്ചേഴ്സിനെ സ്ഥാപനങ്ങൾ പ്രത്യേകമായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട് കുട്ടികളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുകൂടാതെ ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. അവരാണിത് റൂട്ടെല്ലാം ക്രമീകരിച്ച് എങ്ങനെ പോകണം. അപ്പം നമ്മുടെ ഒരു ചിന്ത, ട്രാഫിക്കൊന്നും അധികം തടസ്സമൊന്നും വരാതെ അവർ പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെ പറയുന്നുവോ അതുപോലെ അനുസരിച്ച് പോകുക എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയിലുള്ള ഇതിൻ്റെ ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയിൽ 10-25 പേരുണ്ട്. അവരും ഇതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും, അതായത് എങ്ങനെയായിരിക്കണം ഇത് പോകേണ്ടത്, സാവധാനത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി സ്പീഡിൽ പോകണ്ട. പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും 5 മണിക്ക് 4:30 സ്റ്റാർട്ട് ചെയ്താൽ 5 മണിയാകുമ്പോഴത്തേനും വെയിലൊക്കെ കുറയും. പിന്നെ ഒരു 6 ആകുമ്പോൾ ഇപ്പം നേരം സന്ധ്യയാവും. അപ്പം സന്ധ്യ ആകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് പോകുമ്പോഴാണ് നല്ല ഭംഗിയുള്ളത്. അപ്പോൾ ഒരു 6:30 തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ്റെ മൈതാനിയിലാണ് നമ്മൾ മീറ്റിംഗ് ക്രമീകരിക്കുന്നത്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അവിടെ ചെല്ലുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ സീറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ സീറ്റിലിരിക്കുന്നു. വിശിഷ്ടാതിഥികൾ, ഞാൻ മുമ്പ് അവരുടെ പേരുകൾ പറഞ്ഞിരുന്നു, അവരെല്ലാവരും ഒന്നിച്ച് വന്ന് കേക്ക് മുറിക്കും. കേക്ക് മുറിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു 4-5 പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ട്, കലാപരിപാടികളുണ്ട്. ഈ ക്രിസ്മസിൻ്റെ ദൃശ്യാവിഷ്കാരം അധികം കുട്ടികൾക്ക് ബോറടിക്കാത്ത രീതിയിൽ, അതായത് കാരിത്താസ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്, KE സ്കൂളുണ്ട്, ദർശനയുണ്ട്, തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, BCM കോളേജുണ്ട്, ഗിരിദീപമുണ്ട്, MMD മുണ്ടക്കയുണ്ട്, SKPS കടുത്തുരുത്തിയുണ്ട്, അതോടൊപ്പം തന്നെ മേരി മൗണ്ട് പബ്ലിക് സ്കൂളുണ്ട്. ഇവരെല്ലാം പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമോടുകൂടി 8 മണിയോടുകൂടി എല്ലാ പരിപാടികളും സമാപിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും കുറ്റമറ്റ രീതിയിൽ ഈ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ ആളുകളെല്ലാവരും വന്നത് കാണുക. കഴിഞ്ഞ വർഷം നമ്മുടെ റോഡിൻ്റെ ഇരു സൈഡിലും, അതായത് കളക്ട്രേറ്റിൻ്റെ അവിടെ മുതൽ പോലീസ് പരേഡ് ഗ്രൗണ്ട് മുതൽ തിരുനക്കര വരെയുള്ള സ്ഥലത്ത് നിറഞ്ഞ ആളുകളായിരുന്നു. ഞാൻ ഒരു 5 ലക്ഷം പേരൊക്കെയാണ് തൃശ്ശൂരിൽ പ്രോഗ്രാം വെക്കുമ്പോൾ ഇത് കാണുവാൻ വരുന്നത്. അപ്പം 15,000 അല്ലെങ്കിൽ 17,000 പേര് ക്രിസ്മസ് പാപ്പാമാരായിട്ട് ഡാൻസ് കളിച്ച് അവിടെ സത്യത്തിൽ ഇതൊരു കരോളാണ്. സത്യത്തിൽ ഇത് ക്രിസ്മസിൻ്റെ ഒരു കരോളാണ്. അപ്പം അതൊരു ഈ പുതിയ തലമുറയിൽ നിന്നും ഈ ആഘോഷം അന്യം നിന്ന് പോകുന്നു. ക്രിസ്മസിൻ്റെ എന്താണെന്നുള്ള അവരുടെ മനസ്സിലാവുന്നുമില്ല. പക്ഷെ പണ്ടായിരുന്നെങ്കിൽ ക്രിസ്മസ് ഭയങ്കര ഒരു ആളുകൾക്കെല്ലാം വലിയത്. ഇന്നിപ്പം കുട്ടികളെല്ലാം വലിയ തിരക്കിലാണ്, പഠനത്തിൻ്റെ തിരക്ക്, ടൈറ്റ് ഷെഡ്യൂള്. അതുകൊണ്ട് ആ ക്രിസ്മസിൻ്റെ അന്ന് മാത്രം പോയി ക്രിസ്മസ് കാണുന്നവരാണ്. എന്നാൽ ഈ ക്രിസ്മസിന് ഇങ്ങനെ ഒരു ഇതുണ്ട്, ക്രിസ്മസ് പാപ്പായുണ്ട്, അതിനൊരു മെസ്സേജുണ്ട്. അപ്പോൾ ഈ ഒരു ആഘോഷമുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള ഒത്തിരി വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ കലകൾ ഇതൊക്കെ അന്യം നിന്ന് പോകുമ്പോൾ അതൊക്കെ തിരികെ കൊണ്ടുപോയി. ഇപ്പോൾ ഇതിനകത്ത് ഒത്തിരി വിവിധ കലാരൂപങ്ങളുണ്ടാവും നമുക്കിതിനകത്ത്. അപ്പം അതെല്ലാം പുതുതലമുറയിലേക്ക് വരിക. ഒരു എല്ലാവരും കൂടി ഒരുമയുടെ സന്ദേശം, ഒരു സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഹാപ്പി ക്രിസ്മസ്. അതാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും
ഇപ്പം ജാതി മത ഭേദമന്യേ ക്രിസ്മസിൻ്റെ സ്റ്റാർ ഇടാറുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഒന്നിച്ച് ഉള്ള കോട്ടയത്തിൻ്റെ അക്ഷരനഗരിയുടെ പരമ്പരാഗതമായിട്ടുള്ള തനിമ വിളിച്ചോതിക്കൊണ്ടുള്ള ഒരു വലിയ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വന്ന് പങ്കെടുത്ത് ഇത് വലിയ വിജയമാക്കണം, കാണണം, ആസ്വദിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ. ഉറപ്പായിട്ടും അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. കാരണം ഈ ഒരു പരിപാടിയുടെ ബോൺനത്താലെ സീസൺ 4 റേഡിയോ പാർട്ണർ നമ്മൾ തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാവിധത്തിലുള്ള റേഡിയോ പ്രൊമോഷനുകളും കൃത്യമായി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വരണം എന്ന് തന്നെ സാറ് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇത്രത്തോളം മനോഹരമായ ഒരു ദിവസം, ഇത്രത്തോളം കളർഫുൾ ആയിട്ടുള്ള ഒരു ദിവസം, ക്രിസ്തുമസിൻ്റെ ഒരു വിളംബരം അല്ലെങ്കിൽ ക്രിസ്തുമസിൻ്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുന്ന മനോഹരമായ ഒരു ദിവസമാക്കി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ എല്ലാവരും പങ്കെടുത്ത് ഗംഭീരമാക്കണം, ആക്കും എന്ന ഉറപ്പിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷൻ മെല്ലെ സൈഡൊതുക്കി നിർത്താൻ പോകുന്നത്. സാറിൻ്റെ ഇന്നത്തെ തിരക്ക് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഊഹിക്കുക. കാരണം ഈ ഒരു പരിപാടിയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ അത്രത്തോളം തിരക്കുള്ള ആളാണ്. എന്നാലും മാത്യു കൊല്ലമനക്കാരോട്ട് സാർ ഇത്രയും സമയം നമ്മളോട് കൂടി ചെലവഴിക്കാൻ കാണിച്ച ആ ഒരു വലിയ തിരക്കിനിടയിൽ കാണിച്ച വലിയ മനസ്സിനും സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് റേഡിയോയിൽ പാട്ടുകൾ വരാൻ പോകുന്നത്. നന്ദിയുടെ ഒരു വാക്ക് മാത്രം പറയുവാൻ വേണ്ടിയാണ്. ഈ വലിയ പ്രോഗ്രാമിൻ്റെ പിന്നിൽ വലിയൊരു സംഘാടക സമിതിയുണ്ട്. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത്, കെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI, ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട എമിൽ പുള്ളിക്കാട്ടിൽ, അതുപോലെ തന്നെ BCM കോളേജിൻ്റെ ബർസാർ ബഹുമാനപ്പെട്ട ഫിൽമോൻ കളാത്തറ അച്ഛനുണ്ട്, പിന്നെ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് കോട്ടയം അതിരൂപതയുടെ വികാർ ജനറൽ ഉൾപ്പെടെയുള്ള വലിയൊരു നിര. ഞാൻ ആദ്യം പറഞ്ഞ സംഘാടകരെ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെല്ലാം സംഘാടക സമിതിയാണ്. ആ സംഘാടക സമിതിയിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ അവരുടെ എല്ലാം പേരെടുത്ത് പറയാൻ എനിക്ക് അവസരമില്ലാത്തതുകൊണ്ടാണ്. എങ്കിലും ഇങ്ങനെ വലിയൊരു നിര ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, സർഗക്ഷേത്ര 89.6 FM റേഡിയോ മീഡിയ പാർട്ണറായിട്ട് ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ കൂടെയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സൂപ്പർ ഹിറ്റായിട്ട് മാറുമെന്നുള്ള യാതൊരു സംശയവുമില്ല. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഇതിൻ്റെ ഒരു ആപ്തവാക്യം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് എന്നെ ഒന്ന് വളരെ സ്പർശിച്ചു. അതായത് കാതോരം കരുതലായി കാലത്തിനൊപ്പം, വളരെ മനോഹരമായിട്ടുള്ള വേഡിങ്സാണ്. അതെനിക്ക് തോന്നുന്ന കാലത്തിനൊപ്പം എന്നുള്ള വാക്ക് ഞാൻ അതിനകത്ത് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഈ പ്രോഗ്രാമുമായിട്ട് ആഡ് ചെയ്യുന്നു. കാലത്തിനൊപ്പം നമുക്ക് മുന്നോട്ട് ഒന്നിച്ചു പോകാം. അപ്പം സർഗക്ഷേത്രയ്ക്കും അതിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട അലക്സ് പ്രായകലോചനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു. 89.6 FM സർഗക്ഷേത്രം.